വെൽക്കം ബാക്ക് ടു Onevestor. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ഗ്ലോബലി സ്റ്റോക്സ് എല്ലാം ഒരു കറക്ഷൻ ഫേസിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ ഇന്ത്യയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സസ് ആയ നിഫ്റ്റിയും സെൻസെക്സും ഓൾമോസ്റ്റ് 40% ആണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 12,430 ലെവൽസ് ആയിരുന്നു. ആ 12,400 ലെവൽസിൽ നിന്ന് ഇപ്പം 7,600 ലെവൽസിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ സെൻസെക്സ് ആണെങ്കിൽ 42,000 ലെവൽസിൽ നിന്ന് ഇപ്പം 26,000 ലെവൽസിലോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ രണ്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സസും അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 40% ആണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ എപ്പിസോഡ് ഞാൻ മൂന്നായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. രണ്ടാമത്തെ പാർട്ടിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങളും, അതുപോലെ മൂന്നാമത്തെ പാർട്ടിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫേസ് ചെയ്ത കറക്ഷൻ ഫേസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയൊരു ക്രാഷ് അല്ല എന്നുള്ളതാണ്. 2020 ഈ ക്രാഷിൽ നമ്മുടെ മാർക്കറ്റ്, അതായത് സെൻസെക്സും നിഫ്റ്റിയും ഓൾമോസ്റ്റ് 40% ആണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് മാർച്ച് 23 ഇന്നത്തെ നിഫ്റ്റിയുടെ ലോ എന്ന് പറയുന്നത് 7,500 ലെവൽസ് ആണ്. അതായത് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് 40% ആണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയൊരു ക്രാഷ് അല്ല. പക്ഷേ 2008 ശേഷം നമ്മുടെ മാർക്കറ്റ് ആദ്യമായിട്ടാണ് 40% കറക്റ്റ് ചെയ്യുന്നത്. 2008 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിഫ്റ്റി അതിന്റെ ഓൾ ടൈം ഹൈ ആയ 6,300 ലെവൽസിൽ നിന്ന് 2,250 ലെവൽസിലോട്ടാണ് പോയത്. അതായത് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 60% ആണ് കറക്റ്റ് ചെയ്തത്. ജനുവരി 2008 നിഫ്റ്റി അതിന്റെ ഓൾ ടൈം ഹൈ ആയ 6,300 ലെവൽസിൽ എത്തുന്നത്. അതിനുശേഷം ജനുവരി 2008 തന്നെ ഗ്ലോബലി സ്റ്റോക്സ് എല്ലാം ക്രാഷ് ചെയ്യാൻ തുടങ്ങി. സോ നിഫ്റ്റിയാണ് 2 ദിവസം അടുപ്പിച്ചാണ് ലോവർ സർക്യൂട്ടിലോട്ട് പോയത്. അതായത് 2 ദിവസം അടുപ്പിച്ച് 15% വെച്ചാണ് നിഫ്റ്റി കറക്റ്റ് ചെയ്തത്. സോ നിഫ്റ്റിയുടെ ലെവൽ ഓൾമോസ്റ്റ് 6,000 നിന്ന് 4,500 ലെവൽസിലോട്ടാണ് 2 ദിവസം കൊണ്ട് തന്നെ എത്തിയത്. ആ ക്രാഷ് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമായിരുന്നു. ജനുവരി 2008 നിഫ്റ്റിയുടെ ലോവർ ലെവൽ എന്ന് പറയുന്നത് ഒരു 4,500 ലെവൽസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പോഴത്തേക്ക് അത് വീണ്ടും ഹാഫ് ആയിട്ട് 2,250 ലെവൽസിലോട്ടാണ് എത്തിയത്. 2008 ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന്റെ ബോട്ടം എന്ന് പറയുന്നത് ആ 2,250 ലെവലായിരുന്നു. ഒക്ടോബർ 2008 ശേഷം വീണ്ടും മാർക്കറ്റ്സ് റീകവർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അധിക നാൾ അത് നീണ്ടു നിന്നില്ല. കാരണം 2009 ആയപ്പോഴത്തേക്ക് മാർക്കറ്റ്സ് ഗ്ലോബലി വീണ്ടും ക്രാഷ് ചെയ്യാൻ തുടങ്ങി. സോ പിന്നെ നിഫ്റ്റി അതിന്റെ ബേസ് ഫോം ചെയ്യുന്നത് 2,500 ലെവൽസിലാണ്, അതായത് മാർച്ച് 2009. അതിനുശേഷം പിന്നെ ഒരു വി ഷേപ്ഡ് റീകവറി ആയിരുന്നു നമ്മൾ കണ്ടത്. ഡിമോണിറ്റൈസേഷന് മുമ്പ് വരെ നമ്മുടെ മാർക്കറ്റ്സ് ഓരോ 2-3 വർഷം കൂടുമ്പോഴും ഒരു 20-30% കറക്റ്റ് ചെയ്യുമായിരുന്നു. അതുപോലെ ഒരു 8-10 വർഷം കൂടുമ്പോഴത്തേക്ക് 50% കറക്റ്റ് ചെയ്യുമായിരുന്നു. ഫോർ എക്സാമ്പിൾ 2004 ഇലക്ഷനിൽ BJP തോറ്റപ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 30% ആണ് ഒരു മാസം കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അത് റീകവർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2006 അതുപോലെ തന്നെ ഒരു 30% കറക്റ്റ് ചെയ്തു. പിന്നെ 2008 60% ആണ് കറക്റ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് റീകവർ ചെയ്തിട്ട് 2011 ഒരു 25-30% കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് റീകവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ 2013 ഏറ്റവും വലിയ ക്രാഷ് വരുന്നത്. അതും ഒരു 25-30% ആയിരുന്നു. ആ 2013 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യ സ്പെസിഫിക് ക്രാഷ് ആയിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ റുപ്പി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. അതിനുശേഷം മാർക്കറ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് റീകവർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഏറ്റവും വലിയൊരു ഫോൾ കാണുന്നത് 2015 അന്നും മാർക്കറ്റ് ഒരു 25% ആണ് കറക്റ്റ് ചെയ്തിരുന്നത് അതിന്റെ ടോപ്പിൽ നിന്ന്. ആ 2015 ക്രാഷ് നമ്മുടെ മാർക്കറ്റിനെ ഒരു ബെയർ ഫേസിലോട്ടാണ് എത്തിച്ചത്. അതിനുശേഷം ഓൾമോസ്റ്റ് 1 ഇയർ എടുത്തു അത് റീകവർ ചെയ്യാനായിട്ട്. റീകവറി സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഫെബ്രുവരി 2016 ആയിരുന്നു. പക്ഷേ ഡിമോണിറ്റൈസേഷന് ശേഷം നമ്മുടെ മാർക്കറ്റ്സ് 15% മേലെ കറക്റ്റ് ചെയ്തിട്ടുമില്ല. സോ ഇത് ആദ്യമായിട്ടാണ് ഡിമോണിറ്റൈസേഷന് ശേഷം നമ്മുടെ മാർക്കറ്റ്സ് 30% മേലെ കറക്റ്റ് ചെയ്യുന്നത്. 2008 ശേഷം നമ്മുടെ മാർക്കറ്റ്സ് ഇതേപോലെ ഒരു കറക്ഷൻ ഫേസ് ചെയ്യാൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. കാരണം FIIs വിൽക്കുന്നത് എത്രയാണോ അത്രയും തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുന്നുമുണ്ട്. സോ മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ വാങ്ങിക്കുന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ്സ് ഇതിനു മുമ്പേ തന്നെ 30-40% ഈസി ആയിട്ട് കറക്റ്റ് ചെയ്തേനും. അതിപ്പം 2015 16 അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്കം എന്താവുന്നോ, ഇതിന് എപ്പോൾ റീകവർ ചെയ്യുന്നോ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. ലാസ്റ്റ് ടൈം ഇതുപോലൊരു ഈവന്റ് നടന്നത് 2000 2008 ആ 2 തവണയും നമ്മുടെ മാർക്കറ്റ് 50-60% ആണ് കറക്റ്റ് ചെയ്തത്. ഇതിനു മുമ്പ് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട 2 ബ്ലാക്ക് സ്വാൻ ഇവന്റ് എന്ന് പറയുന്നത് 2000 2008 ആയിരുന്നു. 2000 .com ബബിൾ ആയിരുന്നു റീസൺ. അതുപോലെ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു റീസൺ. അതുപോലെ ഈ 2020 കൊറോണ വൈറസും ആണ്. ഇനി ഈ 3 ഇവന്റിന്റെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലോബലി ട്രിഗേർഡ് ആണ്. അതുകൊണ്ട് തന്നെ റീകവറിങ് ഗ്ലോബലി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാസ്റ്റ് 2 ബ്ലാക്ക് സ്വാൻ ഇവന്റ്സ് ആയ 2000 .com ബബിളും അതുപോലെ 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിലും മാർക്കറ്റ് 60% 50% ആണ് ടോപ്പിൽ നിന്ന് കറക്റ്റ് ചെയ്തത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്സ് ഫ്യൂച്ചറിന് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് പതിവ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ ഒരു ബാഡ് ന്യൂസ് വരാൻ പോവാണെങ്കിൽ അത് വരുന്നതിന് മുമ്പേ തന്നെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അത് ആക്ച്വലി വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് റീകവർ ചെയ്യുകയാണ് ചെയ്യാറ്.
അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2004 ഇലക്ഷനിൽ BJP തോറ്റിരുന്നു. പക്ഷേ തോറ്റ് കഴിഞ്ഞപ്പോഴാണ് അന്ന് മാർക്കറ്റ് ഡൗൺ സർക്യൂട്ടിൽ പോയത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലായിരുന്നു. സോ ഔട്ട്കം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റ് ക്രാഷ് ചെയ്തു. അത് കഴിഞ്ഞത് റീകവർ ചെയ്യുകയും ചെയ്തു. അതുപോലെ 2009 ഇലക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിച്ചപ്പോഴത്തേക്ക് മാർക്കറ്റ് അപ്പർ സർക്യൂട്ടിലോട്ടാണ് അന്ന് പോയത്. അതിനുശേഷം 2014 ഇലക്ഷനിലും 2019 ഇലക്ഷൻ ടൈമിലും മാർക്കറ്റ് ഒരു അപ്പർ സർക്യൂട്ടിലോട്ട് പോയിട്ടില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മോദി ജയിക്കുമെന്നുള്ളത്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ വർഷം കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തത്. അത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത ഒരു ന്യൂസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഒരു 10% പെട്ടെന്ന് മുകളിലോട്ട് കയറിയിട്ട് ആ ന്യൂസ് അങ്ങ് ഡിസ്കൗണ്ട് ചെയ്തത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഒരു ബെയർ മാർക്കറ്റ് ആണോ അതോ ഇതൊരു ബുൾ മാർക്കറ്റിലുള്ള ഒരു കറക്ഷൻ ആണോ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ആർക്കും പറയാൻ പറ്റത്തില്ല. അത് മാർക്കറ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക്. മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 20-30% കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പഴയ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ക്രാഷിനെ നമുക്ക് ബെയർ ഫേസ് എന്നും പറയാം, അല്ലെങ്കിൽ ബുൾ മാർക്കറ്റ് കറക്ഷൻ ആണെന്ന് വേണമെങ്കിലും പറയാം. കാരണം 2004 2006 2013 മാർക്കറ്റ് 30% കറക്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് റീകവർ ചെയ്തത്. അതിനുശേഷം അതൊരു ബുൾ മാർക്കറ്റിലോട്ട് തന്നെയാണ് വീണ്ടും പോയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് മാർക്കറ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 2014 ഇലക്ഷനിൽ BJP ജയിച്ചേ പിന്നെ നമ്മുടെ മാർക്കറ്റിന്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ആ വാല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏർണിംഗ്സ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ഡെലിവർ ചെയ്യുന്നില്ലായിരുന്നു. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കിയാൽ മതി. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റിയുടെ P മൾട്ടിപ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് മന്ത്ലി ഡേറ്റയാണ്. ഈ ചാർട്ടിൽ നിഫ്റ്റിയുടെ P മൾട്ടിപ്പിൾ 20ക്ക് താഴെ പോകുമ്പോഴാണ് ഗ്രീൻ കളറായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ 20ക്ക് മേളിലാണെങ്കിൽ അത് റെഡ് കളറായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ആ P മൾട്ടിപ്പിൾ 20ക്ക് മേലെ വീണ്ടും കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കൂടുതൽ റെഡ് ആവുന്നു. അതുപോലെ 20ക്ക് താഴെ വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഗ്രീൻ ആവുന്നു. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും 2014 ഇലക്ഷനിൽ BJP ജയിച്ചേ പിന്നെ ഒറ്റത്തവണ മാത്രമാണ് അത് ഗ്രീൻ ആയിട്ടുള്ളൂ. അതിനുശേഷം ബാക്കി എല്ലാ സമയത്തും അത് റെഡ് തന്നെയാണ്. പക്ഷേ ഈ മാസം നിഫ്റ്റിയുടെ ക്ലോസിംഗ് 7800 അതിൽ താഴെയോ ആണെങ്കിൽ ഇത് ആദ്യമായിട്ടായിരിക്കും 2016 ശേഷം നിഫ്റ്റിയുടെ ലെവൽ 20ക്ക് താഴെ പോകുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ക്രാഷസിനെ പറ്റിയും ആ സമയത്തുണ്ടായിരുന്ന വാല്യൂഷനെ പറ്റിയുമാണ്. 2000 .com ബബിളിൻ്റെ സമയത്ത് നമ്മുടെ മാർക്കറ്റിൻ്റെ പീക്ക് വാല്യൂഷൻ എന്ന് പറയുന്നത് 20 ടൈംസ് ആയിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് കഴിഞ്ഞ് അതൊരു 10 ടൈംസിലോട്ട് എത്തി. അതുപോലെ തന്നെ 2008 നമ്മുടെ മാർക്കറ്റിൻ്റെ പീക്ക് വാല്യൂഷൻ എന്ന് പറയുന്നത് 20 ടൈംസ് ആയിരുന്നു. അത് ഓൾമോസ്റ്റ് 10-12 ടൈംസിലോട്ടാണ് പിന്നെത്തിയത്. ആ രണ്ട് സമയത്തും സെൻസെക്സും നിഫ്റ്റിയും 50% മേലെയാണ് കറക്റ്റ് ചെയ്തത്. ഇനി 30% കറക്റ്റ് ചെയ്ത സമയത്തൊക്കെ നിഫ്റ്റിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് 15-18 ടൈംസ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ 2006 2013 ഇതുപോലെ ഒരു വലിയ ഫോൾ മാർക്കറ്റ് വന്നപ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ P മൾട്ടിപ്പിൾ 15 ടൈംസിലോട്ടാണ് എത്തിയത്. 2013 15 ടൈംസ് എത്തിക്കഴിഞ്ഞ് പിന്നത്തെ മാർക്കറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂഷൻ എന്ന് പറയുന്നത് 2016 അന്ന് 18 ടൈംസ് ആയിരുന്നു. അതിനുശേഷം ഡിമോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിഫ്റ്റിയുടെ P മൾട്ടിപ്പിളിൻ്റെ ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 24 ആയിരുന്നു. ഇപ്പം ആ 24 ആണ് 18 ടൈംസിലോട്ട് വീണ്ടും എത്തിയിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ബോട്ടം ഫോർമേഷനെ പറ്റിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് P മൾട്ടിപ്പിൾ അസൈൻ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ EPS എന്ന് പറയുന്നത് 443 ആണ്. സോ 10 ടൈംസ് P മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ 4500 ലെവൽസും, അതുപോലെ 12 ടൈംസ് നോക്കുകയാണെങ്കിൽ 5500 ലെവൽസും, അതുപോലെ 15 ടൈംസ് നോക്കുകയാണെങ്കിൽ 6800 ലെവൽസും ആണ്. ഇനി നിഫ്റ്റിയുടെ പെർസെൻറ്റേജ് കറക്ഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 12430 ലെവലാണ്. അതിപ്പം 20% കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 9900 ലെവലാണ്. അതുപോലെ 30% കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 8700 ലെവലാണ്. ഈ രണ്ട് ലെവലിലും താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനിയിപ്പം 50% കറക്ഷൻ നോക്കുകയാണെങ്കിൽ 6200 ലെവലും, അതുപോലെ 60% കറക്ഷൻ നോക്കുകയാണെങ്കിൽ 4900 ലെവലുമാണ്. ഇതിൽ 30% കറക്ഷൻ ഓൾറെഡി പാസ് ചെയ്തു. സോ ഇനി 50% കറക്ഷൻ ആണെങ്കിൽ അടുത്ത നിഫ്റ്റിയുടെ ബോട്ടം എന്ന് പറയുന്നത് മേ ബി 6200 ലെവലായിരിക്കും. ആ 6200 തന്നെയാണ് പ്രീവിയസ് ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് എന്ന് പറയുന്നത് അടുത്ത ബുൾ മാർക്കറ്റിൻ്റെ ബോട്ടം ആകാനാണ് ചാൻസ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6200 ലെവൽ അല്ലെങ്കിൽ 6800 ലെവൽ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരു ബെയർ ഫേസ് ആയാലും ശരി, അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലുള്ള കറക്ഷൻ ആണെങ്കിലും ശരി, ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. കാരണം സ്റ്റോക്സ് ബെയർ ഫേസിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1-2 വർഷമായിരിക്കും മാക്സിമം. പക്ഷേ അത് ബുൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത 5-6 വർഷത്തേക്കായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ബെയർ ഫേസസും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസും 1-2 വർഷത്തിൽ കൂടുതലപ്പുറം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബെയർ ഫേസസോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷോ ആണ് സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ പുതുതായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്.
കാരണം മാർക്കറ്റിനെ പറ്റി നിങ്ങൾ എത്ര വായിച്ചെന്ന് പറഞ്ഞാലും അറിഞ്ഞെന്ന് പറഞ്ഞാലും ടി വിയിൽ കണ്ടെന്ന് പറഞ്ഞാലും ഇതേപോലെ ഒരു ബെയർ ഫേസ് പഠിപ്പിക്കുന്നതിന് അത്രയും നിങ്ങളെ ആരും ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. മാത്രമല്ല നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ട് അധിക നാളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ 1-2 മാർക്കറ്റ് സൈക്കിൾ കണ്ടതിന് ശേഷമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്തത് 2000-ലെ .com ബബിളിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ബെയർ ഫേസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ തുടക്കമായിരുന്നു. ആ ബുൾ മാർക്കറ്റിൻ്റെ അവസാനം വരെ ഞാൻ കണ്ടതുമാണ്. അതിനുശേഷം മാർക്കറ്റ് ക്രാഷ് ചെയ്തത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ 2008-ലെ ബെയർ മാർക്കറ്റിൽ എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയതുമാണ്. 2008-ലെ ആ വലിയ ക്രാഷ് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കണം അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് കണ്ട ഒറ്റ ക്രാഷും ഒറ്റ ബെയർ ഫേസും എന്നെ വറി ചെയ്തിട്ടില്ല. അതിപ്പം ഈ 2020-ലെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണെങ്കിലും ശരി. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സെക്ടർ റൊട്ടേഷൻ ആണ്. ഓരോ ബുൾ മാർക്കറ്റിൻ്റെയും ലീഡേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ 92-ലെ ബുൾ മാർക്കറ്റിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് സിമെൻറ്റ് കമ്പനീസ് ആയിരുന്നു. അതിനുശേഷം അടുത്ത ബുൾ മാർക്കറ്റിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. അതുപോലെ 2000-ൽ അവസാനിച്ച ബുൾ മാർക്കറ്റിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് IT കമ്പനീസും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2008-ലെ ബുൾ റണ്ണിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. ഇനി 2008-ൽ അവസാനിച്ച ബുൾ മാർക്കറ്റിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസും റിയൽ എസ്റ്റേറ്റും അതുപോലെ റിലയൻസ് ഗ്രൂപ്പ് കമ്പനീസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ബുൾ മാർക്കറ്റിൽ ഈ കമ്പനീസ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. അതുപോലെ നിങ്ങൾക്കറിയാം 2008-ന് ശേഷമുള്ള ബുൾ മാർക്കറ്റിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഫാർമ കമ്പനീസും IT കമ്പനീസും അതുപോലെ ITC ഒക്കെ ആയിരുന്നു. ആ കമ്പനീസ് ഒന്നും പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. അതുപോലെ 2020-ൽ അവസാനിച്ച ഈ ബുൾ മാർക്കറ്റിൻ്റെ ലീഡേഴ്സ് പറയുന്നത് ബജാജ് ഫിനാൻസും FMCG കമ്പനീസും അതുപോലെ സീറോ ഡെറ്റ് കമ്പനീസും അതുപോലെ ഹൈ ക്വാളിറ്റി കമ്പനീസ് ആണെന്ന് പറയുന്ന കുറച്ച് കമ്പനീസുമാണ്. പക്ഷേ അതിനർത്ഥം അടുത്ത റാലിയിൽ ഈ കമ്പനീസ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല എന്നല്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷം നോക്കുവാണെങ്കിലും ഈ സ്റ്റോക്ക് ഒരു ബെയർ ഫേസിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ഓഫ് കോഴ്സ് അതിൻ്റെ ടോപ്പിൽ നിന്ന് 50% ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അത് റീകവർ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് തന്നെയാണ്. സോ ഈ ബുൾ മാർക്കറ്റിലെ ലീഡേഴ്സ് ഏതൊക്കെ കമ്പനീസ് ആണോ അവരുടെ പെർഫോമൻസ് ഇനിയും മുകളിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ ആ സ്റ്റോക്സ് ഒക്കെ അടുത്ത റാലിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ITC എന്ന് പറയുന്നത്. ITC എന്ന് പറയുന്നത് 2000-ന് ശേഷമുള്ള റാലിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ 2008-ന് ശേഷമുള്ള റാലിയിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം അതൊരു ലാസ്റ്റ് 8 years ആയിട്ട് റിട്ടേൺ ഒന്നും ഡെലിവറി ചെയ്തിട്ടുമില്ല. 2020-ലെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. നിങ്ങളിപ്പം റീസെൻ്റ്ലി SIP സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ ഈ ഒരു ക്രാഷ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ എക്സ്പോഷർ കൂട്ടാനായിട്ട്. ഇനി നിങ്ങൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ട സമയമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫ് ടൈംസ് ആയിരിക്കും. കാരണം ഇനിയും കുറേ മാസങ്ങൾ എടുക്കുമായിരിക്കും മേ ബി റീകവർ ചെയ്യാനായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കുറച്ച് കമ്പനീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും ബ്ലൈൻഡായിട്ട് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുമല്ല, നമ്മളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു 8-10 സ്റ്റോക്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ആ സ്റ്റോക്സ് എന്ന് പറയുന്നത് അത് 3-4 സെക്ടേഴ്സിലും ഉള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരേ ഇൻഡസ്ട്രിയിലോ സെക്ടറിലോ ആവരുത്. അത് ഏത് സെക്ടറിലുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായം തേടുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നോർമലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 10 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളപ്പം 10 സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഓരോ സ്റ്റോക്കിലും 1 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സ്റ്റോക്കിലും നിങ്ങൾ 10% ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ സ്റ്റോക്സിൽ 5 എണ്ണം ലാഭത്തിലും 5 എണ്ണം നഷ്ടത്തിലുമാണെന്ന് വെച്ചു. അപ്പോൾ നോർമലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിറ്റിട്ട് നഷ്ടത്തിലുള്ള സ്റ്റോക്സ് കൂടുതൽ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറിജിനലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിലും 10% ആയിരുന്നു. അതിൽ ലാഭത്തിലുള്ള വിറ്റിട്ട് നഷ്ടത്തിലുള്ളത് കൂടുതൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പുതിയ അലോക്കേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റോക്കിലും മേ ബി 20%ഓ അതിൽ കൂടുതലോ ആയിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടത്തിലുള്ള സ്റ്റോക്കിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട്സ് പിന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് നല്ല രീതിയിൽ തന്നെ അത് എഫക്റ്റ് ചെയ്യും. കാരണം നഷ്ടത്തിലുള്ള 1-2 സ്റ്റോക്ക് മതി നിങ്ങളുടെ ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് നെഗറ്റീവിലാക്കാനായിട്ട്. ഇനി നിങ്ങൾ ഒറിജിനലി ഇൻവെസ്റ്റ് ചെയ്ത 10 സ്റ്റോക്സിൽ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിൽക്കാതിരിക്കുകയായിരുന്നെങ്കിൽ മേ ബി നിങ്ങളുടെ ഓവറോൾ റിട്ടേൺസ് എന്ന് പറയുന്നത് പോസിറ്റീവിലാകാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോർട്ട്ഫോളിയോക്കകത്ത് 2-3 നല്ല സ്റ്റോക്സ് മതി ഓവറോൾ റിട്ടേൺസ് പോസിറ്റീവിലാക്കാനായിട്ട്. സോ ആ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിട്ടിട്ട് നഷ്ടത്തിലുള്ള സ്റ്റോക്സ് വീണ്ടും വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ നഷ്ടത്തിലുള്ള 1-2 സ്റ്റോക്സ് മതി നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോകാനായിട്ട്.
അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ CAGR എത്ര എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്തിരിക്കണം. CAGR എന്ന് പറഞ്ഞാൽ ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. അതായത് അത് ട്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ നല്ലൊരു റിട്ടേൺസ് കിട്ടിയോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് അത് 11 ലക്ഷം രൂപയായിട്ട് വിഡ്രോ ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങളുടെ ആക്ച്വലി റിട്ടേൺസ് പറയുന്നത് 5% താഴെ മാത്രമേ ഉള്ളൂ. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കുറച്ച് റിട്ടേൺസ് മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. സോ ആ CAGR ട്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ലാഭത്തിലുള്ള സ്റ്റോക്സും കാണും, അതുപോലെ നഷ്ടത്തിലുള്ള സ്റ്റോക്സും കാണും. സോ അപ്പോൾ നിങ്ങൾ ആ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ റിട്ടേൺസിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. അതുതന്നെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറും ചെയ്യുന്നത്. അവരുടെ ഫണ്ടിൻ്റെ ഓവറോൾ റിട്ടേൺസ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇൻഡിവിജ്വലി അവരുടെ ഓരോ സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് അങ്ങനെ ട്രാക്ക് ചെയ്യത്തില്ല. അവർ ഇൻഡിവിജ്വലി ഒരു സ്റ്റോക്ക് ഇപ്പോൾ നഷ്ടത്തിനാണെങ്കിൽ അവർ മേ ബി അത് എക്സിറ്റ് ചെയ്തിട്ട് വേറൊരെണ്ണം വാങ്ങിക്കത്തേ ഉള്ളൂ. അതുപോലെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വോളറ്റൈൽ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് ചേഞ്ച് ചെയ്യാതിരിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനോ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതേപോലൊരു മാർക്കറ്റ് ക്രാഷ് ആണ്. പക്ഷേ അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഇനി ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലംസം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ട്രാൻസാക്ഷൻ ചെയ്യാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിഫ്റ്റിയുടെ വാല്യൂ നോക്കുന്നു 8300 ലെവലാണ്. സോ ഇന്ന് നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിഫ്റ്റിയുടെ വാല്യൂ അടുത്ത 500 പോയിൻറ്റ്സ് താഴുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം നിഫ്റ്റി നിങ്ങൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തതിനേക്കാളും 500 പോയിൻറ്റ്സ് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. ആ 5 ലക്ഷം രൂപ ഫുള്ളി ഇൻവെസ്റ്റഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ ഞാൻ നിങ്ങളുടെ SIP എമൗണ്ട് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ടോ ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളിപ്പം 1000 രൂപയുടെ ഒരു SIP ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾ 12,000 റുപ്പീസ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു 1,20,000 രൂപ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ SIP എമൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% മാത്രമേ വരുന്നുള്ളൂ. ഇനി നിങ്ങളൊരു 2,40,000 രൂപയാണ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP എമൗണ്ട് എന്ന് പറയുന്നത് ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 5% മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്, ഒരാളൊരു 1000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യുന്നതും നിങ്ങളൊരു 2,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതും ഏകദേശം സെയിം ആയിരിക്കും ലോങ് ടേമിൽ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ 3ാമത്തെ എപ്പിസോഡ് കണ്ടാൽ മതി. ആ എപ്പിസോഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് റെക്കമെൻഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവറേജ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നിങ്ങളിപ്പം സ്റ്റോക്സിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു 5 സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ 5 എണ്ണം താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ആവറേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് മാത്രം നിങ്ങൾക്ക് ആവറേജ് ചെയ്താൽ മതി, മാർക്കറ്റ് ഇനി താഴോട്ടാണ് പോകുന്നതെങ്കിൽ. അതുമാത്രമല്ല, നിങ്ങൾ ഡയറക്റ്റ് വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്സിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന ടൈം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി 0 ആയിരിക്കും ലോങ് ടേമിലും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് വിപ്രോയും ഹിന്ദുസ്ഥാൻ യൂണിലിവറും. ഈ 2 സ്റ്റോക്സും നിങ്ങൾക്കറിയാം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണ്, സീറോ ഡെപ്റ്റ് കമ്പനീസുമാണ്. പക്ഷേ വിപ്രോ എന്ന് പറയുന്നത് 2000 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് അങ്ങോട്ട് എടുത്തു ആ ലെവലിലേക്ക് തിരിച്ചു വരാനായിട്ട്. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിലും 2000 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം 10 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ആ ലെവലിലോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് സ്റ്റോക്ക് ആണെങ്കിലും ശരി, അതിപ്പം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ജങ്ക് സ്റ്റോക്ക് ആണെങ്കിലും ശരി, നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന ടൈം ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി 0 ആയിരിക്കും ഈവൻ ലോങ് ടേമിലും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലോ അല്ലെങ്കിൽ ഒരു സെക്ടറിലെ ലീഡറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്താണ്. കാരണം ഇങ്ങനൊരു ക്രാഷ് വരുമ്പോൾ മാത്രമേ ഒരു സെക്ടറിലെ ലീഡിംഗ് കമ്പനി ഏതാണോ ആ കമ്പനിയുടെ സ്റ്റോക്ക് നല്ല രീതിയിൽ താഴത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, മാർക്കറ്റിൽ എത്ര കർഷം വന്നാലും ഈ സ്റ്റോക്ക് അധികം താഴത്തില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഓരോ ദിവസവും 5-10% ആണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് സംഭവിക്കുമ്പോഴത്തേക്ക് ആദ്യം താഴുന്നതെല്ലാം ലോ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും, അവസാനമായിരിക്കും ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് താഴുന്നത്. അതുപോലെ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും ആദ്യം ബൗൺസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ HDFC ബാങ്കും കൊട്ടാക് ബാങ്കും ഇൻഫോസിസും TCSും ലാർസൺ ആൻഡ് ടൂബ്രോ ഒക്കെ ഇപ്പം 5-10% വെച്ച് ഓരോ ദിവസം താന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനൊരു ക്രൈസിസ് ഇല്ലായിരുന്നെങ്കിൽ ആരും തന്നെ ഈ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യത്തില്ല.
അതുപോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് സമയത്ത് നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറയുന്ന കുറേ കമ്പനീസിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ ക്വാളിറ്റി സ്റ്റോക്സിലും അതുപോലെ സെക്ടർ ലീഡേഴ്സിലുമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഇപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ 10-year ലോയിലായിരിക്കും ഇപ്പം ട്രേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ആ സ്റ്റോക്സിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ആ സെക്ടറിലെ ലീഡർ ആരാണോ അതിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓഫ്കോഴ്സ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം 7 രൂപയുള്ളൂ. അതിപ്പം തിരിച്ച് 25 പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 3 ഇരട്ടിയായി. പക്ഷേ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ HDFC ബാങ്കിൻ്റെയും കൊട്ടാക് ബാങ്കിൻ്റെയും SBIയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും റിട്ടേൺസ് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിലപ്പം നിങ്ങൾക്ക് 10-year റിട്ടേൺ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും SBIയുടെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും റിട്ടേൺ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ HDFC ബാങ്കിൻ്റെയോ കൊട്ടാക് ബാങ്കിൻ്റെയോ റിട്ടേൺസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ 5-year നോക്കിയാലും 10-year നോക്കിയാലും 15-year നോക്കിയാലും എബോവ് ആവറേജ് റിട്ടേൺസ് ആണ് അത് ഡെലിവർ ചെയ്തിട്ടുള്ളത്. അത് ഈ സ്റ്റോക്സ് എല്ലാം ക്രാഷ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു നോർമൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതായിരിക്കും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ പാനിക്കും ക്രൈസിസും ഒക്കെ മാറുമ്പോഴത്തേക്ക് ആദ്യം ബൗൺസ് ചെയ്യുന്നത് ഈ ഹൈ ക്വാളിറ്റി കമ്പനീസ് ആയിരിക്കും. ഈ ഹൈ ക്വാളിറ്റി കമ്പനീസ് എന്ന് പറയുന്നത് സെൻസെക്സിലും നിഫ്റ്റിയിലുള്ള കമ്പനീസ് ആയിരിക്കും. സോ ആ ഇൻഡെക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബൗൺസ് ചെയ്യുമ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺസ് ഡെലിവർ ചെയ്യാൻ തുടങ്ങും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ലോ ക്വാളിറ്റി സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് അടിച്ച് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നതും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ്. പക്ഷേ നിങ്ങളിപ്പം ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് ഇപ്പം 90% ഡൗൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ആവറേജ് പെർഫോമർ ആണെങ്കിൽ അത് എക്സിറ്റ് ചെയ്തിട്ട് സെക്ടർ ലീഡറിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഇതേപോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ക്രൈസിസിൻ്റെ സമയത്തോ മാത്രമേ ഈ 50% 60% ഒക്കെ താഴോട്ട് പോകത്തുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക് എന്ന് പറയുന്നത് 12 വർഷത്തിന് ശേഷമാണ് ഇതേപോലൊരു നല്ലൊരു അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സേവിങ്സിൻ്റെ 100% ഇക്വിറ്റിയിൽ അലോക്കേറ്റ് ചെയ്യരുത്. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈലും ഏജും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെയും ഡെറ്റ് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഗോൾഡിൻ്റെയും ക്യാഷിൻ്റെയും ഒരു മിക്സ് ആയിരിക്കണം. അത് എത്ര വേണമെന്നുള്ളത് ഓരോരുത്തരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഏജ് എത്രയാണോ അത്രയും പെർസെൻറ്റേജ് നമ്മൾ ഇക്വിറ്റിയിൽ ഇടല്ലെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 35 ആണ്. സോ ഒരു ഐഡിയൽ അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് 35% ഡെറ്റ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലും ബാക്കി 65% ഇക്വിറ്റിയിലുമാണ്. അത് എല്ലാവരും ഈ ഒരു റൂൾ ഫോളോ ചെയ്യണമെന്നില്ല, കാരണം എല്ലാവരുടെയും റിസ്ക് പ്രൊഫൈൽസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ഞാൻ പേഴ്സണലി 65% അല്ല, അതിൽ കൂടുതൽ എക്സ്പോഷർ എടുത്തിട്ടുണ്ട് ഇക്വിറ്റിയിൽ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് അസറ്റ് അലോക്കേഷൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഓരോരുത്തരുടെയും റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ പേര് കേൾക്കുന്ന പോലെ വലിയ കോംപ്ലക്സ് കാര്യമൊന്നുമല്ല. അതെല്ലാവർക്കും സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ അവരവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച്. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങളിപ്പോൾ ഒരു ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% 5% ഒറ്റ സ്റ്റോക്കിൽ കളയില്ല എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% അല്ലെങ്കിൽ 3% നിങ്ങൾ ഒരു സ്റ്റോക്കിൽ കളയില്ല എന്നുള്ളത്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പം 1 ലക്ഷം രൂപയും നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് 3% ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 3000 രൂപ ലോസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ട്രേഡേഴ്സിന് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനും വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കുകയാണ്. ഇത്ര നാൾക്കുള്ളിൽ നിങ്ങൾ ആ സ്റ്റോക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എക്സിറ്റ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലെ ലോ ക്വാളിറ്റി സ്റ്റോക്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അനിൽ അംബാനി ഒരു 10 തവണയെങ്കിലും പറഞ്ഞു കാണും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഡെറ്റ് ഫ്രീ ആവും എന്നുള്ളത്. സോ നിങ്ങളിപ്പം അത് കേട്ടിട്ടാണ് ആ സ്റ്റോക്ക് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ ടൈം ലൈനിൽ അത് നടക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. നടന്നില്ലെങ്കിൽ അത് എക്സിറ്റ് ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു എൻട്രി പ്ലാനും വേണം, എക്സിറ്റ് പ്ലാനും വേണം, റീ എൻട്രി പ്ലാനും വേണം. അത് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് താഴോട്ട് പോകുമ്പോഴും മേലോട്ട് പോകുമ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് വേണം ബൈയിങ്ങും സെല്ലിങ്ങും നടത്താനായിട്ട്. ഒരു സ്റ്റോപ്പ് ലോസ് മുകളിലോട്ടും താഴോട്ടും വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു ബെയർ മാർക്കറ്റിലും നമുക്ക് പവർഫുൾ റാലീസ് കിട്ടും, അതുപോലെ ഒരു ബുൾ മാർക്കറ്റിലും നമുക്ക് നല്ല കറക്ഷൻസും വരും. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് നോക്കിയാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൊരു ബുൾ മാർക്കറ്റ് കാണും, അത് കഴിഞ്ഞൊരു ക്രാഷ് കാണും, അത് കഴിഞ്ഞൊരു ബെയർ ഫേസ് കാണും, അത് കഴിഞ്ഞ് സൈഡ് വേസ് മൂവ്മെൻറ്റ് കാണും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ബുൾ മാർക്കറ്റിൻ്റെ ഒരു തുടക്കവും കാണും. ഞാൻ റീഎൻറ്റർ സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ആ ഡിസ്ബിലീഫിൽ നമ്മൾ ട്രാപ്പായി പോകാതിരിക്കാനായിട്ടാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനായിട്ട്.
നോർമലി നിങ്ങളോട് എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസ് വാങ്ങിക്കണമെന്നായിരിക്കാം. പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം. ഫോർ എക്സാമ്പിൾ ല്യൂപ്പിൻ, സൺഫാർമ, ടാറ്റ മോട്ടോഴ്സ്, ONGC, ITC, ഫെഡറൽ ബാങ്ക് ഒക്കെ. ഇതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസാണ്. പക്ഷേ കഴിഞ്ഞ 5-8 വർഷം നോക്കുകയാണെങ്കിൽ ഈ കമ്പനീസ് ഒന്നും റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുമില്ല. സോ നിങ്ങൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനീസിൻ്റെ ടെക്നിക്കൽ ചാർട്ടും കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക് സ്റ്റോക്സിനെയും വീക്ക് സെക്ടേഴ്സിനെയും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിഗിനർ ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ ഹയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നെറ്റ്വർക്കിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറോ പറയുന്ന ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന പ്രോഡക്റ്റ്സ് സെല് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പം അത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ സഹായം നിങ്ങൾ തേടുകയാണെങ്കിൽ അവർ നിങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് ഒരു പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസും മനസ്സിലാക്കിയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ക്വിക്ക് ഗെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഒരു 5 വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം എന്ന് പറയുന്നത് 15-20 വർഷമാണ്, അല്ലാതെ 5-10 വർഷം അല്ല എന്നുള്ളത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പറയുന്നത് മൾട്ടി ഇയർ ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്സ് മാത്രമല്ല, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എടുത്താലും അതിൻ്റെ NAV എന്ന് പറയുന്നത് മേ ബി ഒരു 2-3 ഇയർ ലോയിലായിരിക്കും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലായാലും ശരി മ്യൂച്വൽ ഫണ്ട്സിലായാലും ശരി, നിങ്ങളുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഒരു 15-20 വർഷം വേണമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ചാർട്ടിൽ ഞാൻ റാൻഡമായിട്ട് പല സെക്ടേഴ്സിൽ നിന്ന് പിക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ബ്ലൂ ചിപ്പ് കമ്പനീസിൻ്റെ റിട്ടേൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഇയർ റിട്ടേണും 10 ഇയർ റിട്ടേണും 15 ഇയർ റിട്ടേണും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ HDFC ബാങ്കിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 8.9% ആണ് ഇപ്പം. അതുപോലെ 10 ഇയർ ആണെങ്കിൽ 15%, 15 ഇയർ ആണെങ്കിൽ 19% ഉണ്ട്. ഇനി ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്നത് അഗെയിൻ കൺസ്ട്രക്ഷനിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്നത്. അതിൻ്റെ 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നെഗറ്റീവാണ്. 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1% ഉള്ളൂ. 15 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഫെയർ റിട്ടേൺസ് ആണ്. ഇനി SBI നോക്കുകയാണെങ്കിലും 5 ഇയർ റിട്ടേൺ നെഗറ്റീവാണ്. 10 ഇയർ റിട്ടേൺ ഓൾമോസ്റ്റ് 0 ആണ്. 15 ഇയർ നോക്കുകയാണെങ്കിൽ എബവ് FD ആണ്. ഇനി അതുപോലെ ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ അഗെയിൻ 5 ഇയർ റിട്ടേണും 10 ഇയർ റിട്ടേണും ലെസ് ദാൻ FD റിട്ടേൺസ് ആണ്. 15 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഫെയർ റിട്ടേൺ തന്നെയാണ്. ഇനിയും ITC നോക്കുകയാണെങ്കിലും 5 ഇയർ റിട്ടേണും 10 ഇയർ റിട്ടേണും ഏകദേശം FD റിട്ടേൺസിനോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ്. 15 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആണ്. ഇനി സൺഫാർമ ആണെങ്കിൽ 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് -20% ആണ്. 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം FD റിട്ടേൺ ആണ്. 15 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഡീസൻറ്റുമാണ്. അതുപോലെ ഇതാണ് ടോപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം 5% മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ 5 ഇയർ റിട്ടേൺസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ FD റിട്ടേൺസിന് താഴെ ഉള്ളൂ. പക്ഷേ 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അഗെയിൻ 5% മുതൽ 12% വരെ ഉണ്ട്. പക്ഷേ എന്നാലും മിക്ക മ്യൂച്വൽ ഫണ്ട്സും ഇപ്പോഴത്തെ മാർക്കറ്റ് ക്രാഷിന് ശേഷം ലാസ്റ്റ് 10 ഇയർ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ FD റിട്ടേൺസിൽ താഴെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിപ്പം സ്റ്റോക്സിലായാലും ശരി മ്യൂച്വൽ ഫണ്ട്സിലായാലും ശരി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് 15 ഇയേഴ്സ് എങ്കിലും കാണുമെന്നുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രി ടൈമും കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് 15-20 ഇയേഴ്സ് എങ്കിലും ആയിരിക്കണം മിനിമം. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാനിക്കായിട്ട് ഒരു കാരണവശാലും സെല്ല് ചെയ്യാതിരിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ലോസസ് എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രമുള്ള ലോസസ് ആണ്. പക്ഷേ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് റിയൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ സ്റ്റോക്സ് ഇതേപോലെ ഫോളോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഫോർ ഇൻസ്റ്റൻസ് മാർച്ച് 13 മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് 20% ലോവർ സർക്യൂട്ടിലോട്ടാണ് പോയത്. അന്നത്തെ ദിവസം നിഫ്റ്റിയും ലോവർ സർക്യൂട്ടിലാണ് പോയത്. സോ എക്സ്ചേഞ്ചസ് ട്രേഡിംഗ് ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് റിക്കവർ ചെയ്യുകയും ചെയ്തു. അന്ന് കൊട്ടാക് ബാങ്കിൻ്റെ സ്റ്റോക്ക് 20% ലോവർ സർക്യൂട്ടിൽ പോയത് വോളിയം ഇല്ലാതെയാണ്. അതായത് ആ സ്റ്റോക്ക് 20% താഴാൻ കാരണം അതിന് ബയേഴ്സ് ഇല്ലാഞ്ഞുകൊണ്ടാണ്.
അത് കഴിഞ്ഞ് മാർക്കറ്റ് റീഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ബയേഴ്സ് നിന്നു, അത് കഴിഞ്ഞ് സ്റ്റോക്ക് റീകവറും ചെയ്തു. സോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നിങ്ങൾ കാണുന്ന സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറയുന്നത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഒരു റീസണും ഇല്ലാതെ താഴോട്ട് 20% പോകുമ്പം അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലാതെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അല്ല. ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഫോർ ഇൻസ്റ്റൻസ്, ഇതാണ് നിഫ്റ്റിയുടെ 99 മുതൽ 2020 വരെയുള്ള പി റേഷ്യോ ഹിസ്റ്ററി. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രീൻ കളറും കാണാം, റെഡ് കളറും കാണാം. ഇതിൽ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ 20ക്ക് താഴെ പോകുമ്പോഴാണ് ഈ ഗ്രീൻ കളറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് 20ക്ക് മേലെ പോകുമ്പോഴാണ് റെഡ് കളറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ 20ൽ ഒത്തിരി കൂടുമ്പോഴത്തേക്ക് അത് കൂടുതൽ റെഡ് ആയിക്കൊണ്ടിരിക്കും ഈ ചാർട്ടിൽ. അതുപോലെ നിഫ്റ്റിയുടെ പി മൾട്ടിപ്പിൾ 20ൽ ഒത്തിരി താഴുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഗ്രീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇത് ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് ഒറ്റ തവണ മാത്രമേ ഇത് ഗ്രീൻ കളർ വന്നിട്ടുള്ളൂ. അതിനുശേഷം കംപ്ലീറ്റ് ഇത് റെഡാണ്. അത് ആക്ച്വലി കൂടുതൽ റെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് 1 ഇയർ ആയിട്ട്. അതായത് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നിഫ്റ്റിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഭയങ്കര ഹൈ ആയിരുന്നു ഹിസ്റ്റോറിക്കലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇനി മാർച്ചിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് 8,000-ലാണെങ്കിൽ ഫെബ്രുവരി 2016 ശേഷം ആദ്യമായിട്ടായിരിക്കും ഈ ഗ്രാഫിൽ ഒരു ഗ്രീൻ കളർ വരുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പം ടി വിയിലും മീഡിയയിലെല്ലാം കാണുമായിരിക്കും മാർക്കറ്റ് ഇനിയും 6,000-ലോട്ട് പോകും, 5,000-ലോട്ട് പോകും, അല്ലെങ്കിൽ 4,000-ലോട്ട് പോകും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വാങ്ങിക്കേണ്ട സ്റ്റോക്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതിനുള്ള ഒരു ഫെയർ പ്രൈസും അസൈൻ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റോക്സൊക്കെ നിങ്ങളുടെ ഫെയർ പ്രൈസിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പ്രീവിയസ് എപ്പിസോഡിലും പറഞ്ഞിരുന്നു, നിങ്ങളൊരു ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രാൻസാക്ഷനിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനായിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ മാർക്കറ്റിൻ്റെ ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്സ് നിങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്ന ഫെയർ പ്രൈസിൽ എത്തുമ്പം മേടിക്കണമെന്ന് പറയാൻ കാര്യം, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ പാർട്ട് 1-ൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഫ്യൂച്ചർ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് മാർച്ച് 25-ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓൾമോസ്റ്റ് 15-18% ആണ് കയറിയത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് റിലയൻസ് ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്ക് തന്നെ റിലയൻസ് 15-18% ആണ് ഇന്ന് കയറിയത്. ഇതേപോലെ തന്നെയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗദി അരാംകോ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അന്നേരം ഇതേപോലെ തന്നെ 10-15% എന്തോ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കയറിയത്. ആ ഡീല് നടന്നില്ല, പക്ഷേ അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് ആ പ്രൈസ് അങ്ങ് ഡിസ്കൗണ്ട് ചെയ്യും. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. സോ ഈ ഡീൽ നടന്നാലും ഇല്ലെങ്കിലും മാർക്കറ്റ് ആ ന്യൂസ് അങ്ങ് ഡിസ്കൗണ്ട് ചെയ്യും. ഇത് തന്നെയായിരിക്കും കൊറോണ വൈറസിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഈ വൈറസ് കാരണം ഹോൾ എക്കോണമി അഫക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടർ റിസൾട്ട്സ് വരുമ്പോഴത്തേക്ക് കമ്പനീസിൻ്റെ എല്ലാം ഏർണിങ്സ് താഴോട്ടായിരിക്കും പോകുന്നത്. പക്ഷേ വൈറസിൽ നിന്ന് ഫുള്ളി റീകവർ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എക്കോണമി ഫുള്ളി റീകവർ ചെയ്യുന്നതിന് മുമ്പോ മാർക്കറ്റ് റീകവർ ചെയ്യുമായിരിക്കും. അതുപോലെ ഈ സീരീസിലെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 2004-ലെ മാർക്കറ്റ് ക്രാഷിലും 2006-ലെ മാർക്കറ്റ് ക്രാഷിലും 2013-ലെ മാർക്കറ്റ് ക്രാഷിലും മാർക്കറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് റീകവർ ചെയ്തത്, ഒരു ബോട്ടം ഫോം ചെയ്തിട്ട്. അതുപോലെ 2000-ലും 2008-ലും 2015-ലും ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് എടുത്തു റീകവർ ചെയ്യാനായിട്ട്. സോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് റീകവർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കില്ലെന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ലോ ക്വാളിറ്റി സ്റ്റോക്സിൽ എൻട്രി ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ ആവറേജ് ചെയ്യുകയോ ചെയ്യരുത്. ലോ ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ജങ്ക് സ്റ്റോക്സ് വരും, പെന്നി സ്റ്റോക്സ് വരും, നെഗറ്റീവ് ഗ്രോത്ത് ഉള്ള കമ്പനീസ് വരും, അതുപോലെ ഹൈ ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റോക്സും വരും. ജങ്ക് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 80-90% കറക്റ്റ് ചെയ്ത സ്റ്റോക്സ് ആണ്. അതുപോലെ പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്സ് ആണ്. അതുപോലെ ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നെഗറ്റീവ് ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസാണ്. അതായത് സെയിൽസ് താഴോട്ട്, പ്രോഫിറ്റ് താഴോട്ട്, അവരുടെ ഡെപ്റ്റ് ലെവൽസ് മേളിലോട്ട്. ഇങ്ങനത്തെ കമ്പനീസിനെയാണ് ലൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 9%, 10% ഒക്കെ കണ്ടേക്കാം. അതുപോലെ ചില PSU കമ്പനീസിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടൂടെ ഇല്ലാത്ത കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ ചിലപ്പം 8% ഒക്കെ കണ്ടേക്കാം. സോ അതിലും നിങ്ങൾ എൻട്രി ചെയ്യാതിരിക്കുക. അടുത്തത് SIP പറ്റിയാണ്. നിങ്ങളിപ്പം ഓൾറെഡി SIP ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുക ഒരു 1-2 വർഷത്തേക്കെങ്കിലും. അതുപോലെ നിങ്ങളൊരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ട്രാൻസാക്ഷനിൽ ചെയ്യാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനായിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിഫ്റ്റിയുടെ ലെവൽ 8,500 ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കാം നിഫ്റ്റി ഓരോ 250 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളത്. ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് അത് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലാതെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അല്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡിങ്സിൽ നിന്നോ എക്സിറ്റ് ചെയ്യാതിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ഈ ചാർട്ട്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. FIIs സെല്ല് ചെയ്യുമ്പോഴത്തേക്ക്
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുകയാണ്, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്യുമ്പോഴത്തേക്ക് FIIs വാങ്ങിക്കുകയാണ്. പക്ഷേ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് FIIs വാങ്ങിക്കുമ്പോഴുമാണ്. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2007-ലും 2008-ലും FIIs വിൽക്കുകയായിരുന്നു, ആ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2009 മുതൽ 2014 വരെ FIIs നല്ല രീതിയിൽ വാങ്ങിക്കുകയായിരുന്നു, പക്ഷേ ആ സമയത്തെല്ലാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 2014 BJP ജയിച്ചപ്പം മാർക്കറ്റിലുണ്ടായ ബൂമിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും 2015 മുതൽ 2020 വരെ FIIs നല്ല രീതിയിലാണ് സെല്ല് ചെയ്തിരിക്കുന്നത്, പക്ഷേ ആ സമയത്തെല്ലാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുകയാണ്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിച്ചിട്ടും മാർക്കറ്റ് ഇപ്പോഴും മൾട്ടി ഇയർ ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ലാസ്റ്റ് 5 വർഷം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് നല്ല റിട്ടേൺ കിട്ടുന്നത് മേ ബി അടുത്ത 5-10 വർഷത്തിനുള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡിംഗ്സോ എക്സിറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിറ്റിട്ട് നഷ്ടത്തിലുള്ള സ്റ്റോക്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത് ആവറേജ് ചെയ്യാനോ ശ്രമിക്കില്ലെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നഷ്ടം തരുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ മേ ബി 5-10% കാണത്തുള്ളായിരിക്കും. സോ നിങ്ങളത് കൂടുതൽ ആവറേജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടവും അവിടെ കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇനി നിങ്ങളത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലാഭത്തിലുള്ള സ്റ്റോക്സ് ചിലപ്പം കൂടുതൽ ലാഭമാകാനായിരിക്കും ചാൻസ് കൂടുതൽ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പ്ലേ ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ലെവറേജ് തരുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പല സ്റ്റോക്സിൻ്റെയും പ്രൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയേക്കാം, പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ സ്റ്റോക്സൊക്കെ എങ്ങോട്ടാണ് ഇനി മൂവ് ചെയ്യുന്നതെന്നുള്ളത്. സോ നിങ്ങളിപ്പം പിക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് അതിപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് ആയാലും ശരി, അതൊരു ബെയർ ഫേസിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിപ്പോൾ ഒരു നൈറ്റ് മെയർ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺ ക്യാപിറ്റൽ മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതുപോലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക, ലെവറേജും അവോയ്ഡ് ചെയ്യുക, പേഴ്സണൽ ലോണോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് വരുവാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇക്വിറ്റിയിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തത് സ്റ്റോക്ക് ടിപ്സിനെ പറ്റിയും റെക്കമെൻഡേഷൻസിനെ പറ്റിയാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും വാങ്ങിക്കാൻ പോകരുത്. നിങ്ങളുടെ ബൈയിങ് ഡിസിഷനോ സെല്ലിംഗ് ഡിസിഷനോ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങിക്കാതെ ഒരു മ്യൂച്വൽ ഫണ്ട് ത്രൂ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ, അതും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്തിട്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്റ്റോക്ക് ഗുരൂസിനെയോ അല്ലെ വാല്യൂ ഇൻവെസ്റ്റേഴ്സിനെയോ അല്ലെ CNBCയിലെ എക്സ്പേർട്സ് പറയുന്നതോ കേട്ടിട്ട് പോയി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഈ മീഡിയയിൽ വന്നിട്ട് അവർ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് നടത്തുന്നത്. അതായത് അവരൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് പബ്ലിക്കിനോട് പറയുന്നതോ. പക്ഷേ അവർ സെല്ല് ചെയ്യുന്നതിന് മുമ്പേ ഒരിക്കലും അവർ അനൗൺസ് ചെയ്യത്തില്ല ഞാനിത് സെല്ല് ചെയ്യാൻ പോവാണെന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സ് എപ്പോൾ വാങ്ങിക്കണമെന്നും എപ്പോൾ വിൽക്കണമെന്നും അവർക്കറിയാം, പക്ഷെ നമുക്കതറിയില്ല. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.